ഏറെക്കാലമായി രാഷ്ട്രീയ വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന മണ്ഡലമാണ് കുട്ടനാട്. രാഷ്ട്രീയ വിവാദം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും വിഷയങ്ങളിൽ അധിഷ്ഠിതമായ വിവാദങ്ങൾ ഒന്നുമല്ല. മണ്ഡലത്തെ നയിക്കുന്ന MLA പറ്റിയുള്ള വിവാദങ്ങളും തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെയാണ് കുട്ടനാട്ടിൽ നിന്നും പ്രതിഫലിക്കുന്നത്. നിലവിൽ MLA ആയ തോമസ് കെ തോമസ് വീണ്ടും കുട്ടനാടിൽ നിന്നു തന്നെ മത്സരിക്കാനും MLA ആകുവാനും മന്ത്രിയാകുവാനും ഒക്കെയുള്ള സ്വപ്നങ്ങളുമായാണ് നടക്കുന്നത്. ഏറെക്കുറെ കപ്പിനും ചുണ്ടിനും ഇടയിൽ മന്ത്രിസ്ഥാനം നഷ്ടമായപ്പോഴും തോമസ് കെ തോമസ് പാർട്ടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കടന്നുവന്ന് അടുത്ത മന്ത്രിസഭയിലെ തന്റെ മന്ത്രിസ്ഥാനം ഉറപ്പുവരുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ പരിശ്രമങ്ങൾക്കെല്ലാം വലിയ ഭാവിയില്ലെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മന്ത്രിസഭയിലേക്ക് കടന്നു വരുവാനുള്ള തോമസ് കെ തോമസിന്റെ സാധ്യതകളെ ഒരിക്കൽ തള്ളിക്കളഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. ദേശീയതലത്തിൽ NCP രണ്ടായി പിളർന്നപ്പോൾ അജിത് പവാറിനൊപ്പം നിലകൊണ്ടവർക്കൊപ്പം പോകുവാനും ഇടതുപാളയത്തിലെ ചില MLA മാരെ അടർത്തിയെടുക്കുവാനും ശ്രമിച്ചതിലായിരുന്നു മുഖ്യമന്ത്രിക്ക് അന്ന് തോമസ് കെ തോമസിനോടുണ്ടായിരുന്ന എതിർപ്പ്. മാത്രവുമല്ല, AK ശശീന്ദ്രനോട് മുഖ്യമന്ത്രിക്കുണ്ടായിരുന്ന അടുപ്പവും തോമസിന് വിനയായി. ഇനി ശശീന്ദ്രനോടുള്ള അടുപ്പം കൊണ്ട് തോമസിനെ ബോധപൂർവം മുഖ്യമന്ത്രി വെട്ടിയതാണോ എന്നും അറിയില്ല. ഏതായാലും രണ്ടാം പിണറായി സർക്കാരിലും മന്ത്രിയാകുവാനുള്ള യോഗം തോമസിനുണ്ടായിരുന്നില്ല. തോമസ് കെ തോമസിന് വേണ്ടി അന്ന് സജീവമായി രംഗത്തുണ്ടായിരുന്നത് മുൻ സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോ ആയിരുന്നു. അതിനു പിന്നിൽ ചാക്കോയ്ക്ക് മറ്റു പല ഉദ്ദേശങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിരുന്നത്. എന്നാൽ ഏറ്റവും ഒടുവിൽ തോമസിന് മന്ത്രിയാകുവാനും കഴിഞ്ഞില്ല. എന്നാൽ ചാക്കോക്കാകട്ടെ പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്തു. ശശീന്ദ്രനെ വെട്ടി മന്ത്രിയാകുവാൻ നടന്ന തോമസ് എല്ലാത്തിനും അവസാനം ശശീന്ദ്രനുമായി ചങ്ങാത്തം കൂടുകയും തോമസിനെ പ്രസിഡന്റ് ആക്കുവാനുള്ള കുരുക്കുകൾ ശശീന്ദ്രൻ നീക്കുകയും ചെയ്തു. സംഭവത്തിൽ ശശീന്ദ്രന് രണ്ടുണ്ടായി ഗുണങ്ങൾ. ഒന്ന്, മന്ത്രിസ്ഥാനത്ത് തുടരുവാനും കഴിഞ്ഞു. മറ്റൊന്ന്, ചാക്കോയെ പാർട്ടിക്ക് പതിയെ പുറത്തേക്ക് വിടുവാനും കഴിഞ്ഞു. ഇപ്പോൾ മന്ത്രിയാകുവാൻ വാശി പിടിച്ചാൽ ഭാവി തന്നെ ഇല്ലാതാകുമെന്ന് തോമസ് കെ തോമസിന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. ഈ തിരിച്ചറിവാണ് തൽക്കാലം മന്ത്രിയാകുവാൻ ഇല്ലെന്ന തീരുമാനത്തിലേക്ക് തോമസിനെ എത്തിച്ചത്. സംസ്ഥാന പ്രസിഡന്റ് ആയപ്പോൾ സ്വാഭാവികമായും MLA സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്തങ്ങൾ തന്നിലേക്ക് മാത്രം എത്തുമെന്ന് തോമസ് കരുതി. പക്ഷേ അവിടെയാണ് ആദ്യം തെറ്റുപറ്റിയത്. ചാക്കോ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയെങ്കിലും ഇപ്പോഴും ദേശീയ വർക്കിംഗ് പ്രസിഡന്റാണ്. ശരത് പവാറുമായി ഏറെക്കാലമായി അദ്ദേഹത്തിന് വ്യക്തിബന്ധമുണ്ട്. കോൺഗ്രസ് വിട്ട് NCPയിലേക്ക് ഒരു സമയത്ത് ചേക്കേറുന്നതിന്റെയും കാരണം ശരത് പവാറുമായുള്ള വ്യക്തിബന്ധമായിരുന്നു. ചാക്കോയെ കൂടി വിശ്വാസത്തിലെടുത്തു വേണം കേരളത്തിൽ പാർട്ടിയുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ എന്ന നിർദ്ദേശമാണ് തോമസ് കെ തോമസിന് ദേശീയ നേതൃത്വം നൽകിയിട്ടുള്ളത്. നിലവിൽ കേരളത്തിൽ 3 നിയമസഭാ മണ്ഡലങ്ങളിലാണ് NCPS മത്സരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എലത്തൂരും കുട്ടനാടും NCP വിജയിച്ചപ്പോൾ കോട്ടക്കലിൽ മികച്ച മത്സരവും കാഴ്ചവെച്ചിരുന്നു. ലീഗിന്റെ കോട്ടയിൽ നിലവിലെ NCP സംസ്ഥാന പ്രസിഡന്റ് NA മുഹമ്മദ് കുട്ടി മികച്ച പ്രകടനമായിരുന്നു പുറത്തെടുത്തത്. ലീഗിന്റെ പല കോട്ടകളിൽ പോലും വോട്ട് വർദ്ധിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. തുടർച്ചയായ രണ്ടാം തവണയായിരുന്നു NA മുഹമ്മദ് കുട്ടി കോട്ടക്കൽ മത്സരിച്ചത്. ആദ്യ തവണ നേടിയതിനേക്കാൾ വോട്ട് വർദ്ധിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. എലത്തൂരിൽ AK ശശീന്ദ്രനും സഹോദരൻ തോമസ് ചാണ്ടി മരിച്ച ഒഴിവിൽ കുട്ടനാട്ടിൽ മത്സരിച്ച തോമസ് കെ തോമസും ആധികാരിക വിജയങ്ങളായിരുന്നു നേടിയത്. NCP ദേശീയ തലത്തിൽ രണ്ടായി പിളർന്നപ്പോൾ NCPS ഇടതുപാളയത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. നിലവിലെ NCPSന് യാതൊരു ശക്തിയുമില്ലെന്ന ബോധ്യം ഇടതുമുന്നണിക്കും പ്രത്യേകിച്ച് CPM-നും ഉണ്ട്. AK ശശീന്ദ്രനെ ഒഴികെ മറ്റാരെയും ഒപ്പം നിർത്തേണ്ടെന്ന സമീപനമാണ് മുഖ്യമന്ത്രിക്കുള്ളത്. അതുകൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ എലത്തൂർ കോട്ടക്കൽ മണ്ഡലങ്ങൾ മാത്രമാകും NCPSന് നൽകുക. ഇലത്തൂർ മണ്ഡലം CPM കോഴിക്കോട് ജില്ലാ നേതൃത്വം വിട്ടുകൊടുക്കുവാൻ എളുപ്പവുമല്ല. എന്നിരുന്നാലും ശശീന്ദ്രന് വേണ്ടി മുഖ്യമന്ത്രി ഇടപെട്ട് മണ്ഡലം അദ്ദേഹത്തിന് തന്നെ നൽകിയേക്കും. അപ്പോഴും കുട്ടനാട് ഒരു കാരണവശാലും NCPSന് നൽകുവാൻ സാധ്യതയില്ല. അവിടെ മറ്റൊരു ട്വിസ്റ്റിനാണ് സാധ്യത. ഈഴവ വോട്ടുകളെ ഉറപ്പാക്കുവാൻ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് മണ്ഡലം വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെടുന്ന ഒരാൾക്ക് നൽകിയേക്കുമെന്നതാണ് സൂചന. ആലപ്പുഴ ജില്ലയിലെ 2 മണ്ഡലങ്ങളാണ് ഇത്തരത്തിൽ വെള്ളാപ്പള്ളിയുടെ നോമിനികൾക്ക് നൽകുവാൻ ഉദ്ദേശിക്കുന്നത്. ഇതിലൊന്ന് കുട്ടനാടാണെന്ന് അറിയുന്നു. വെള്ളാപ്പള്ളിയുടെ നോമിനി എന്ന് പറയുമ്പോൾ CPM-നൊപ്പം തന്നെ നിൽക്കുന്ന, എന്നാൽ വെള്ളാപ്പള്ളിയുമായി അടുപ്പമുള്ളൊരു നേതാവായിരിക്കും. അത് ആരാണെന്ന സൂചനകൾ പുറത്തു വന്നില്ലെങ്കിലും ഏറെക്കുറെ ധാരണ അങ്ങനെ തന്നെ എന്നത് ഉറപ്പാണ്.
കഴിഞ്ഞ CPM ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിലും തോമസ് കെ തോമസ് MLA-ക്കെതിരെ ഗുരുതര വിമർശനമുണ്ടായിരുന്നു. MLA-ക്ക് മണ്ഡലത്തിന്റെയും തെക്കും വടക്കും പോലും അറിയില്ലെന്ന രീതിയിലുള്ള വിമർശനമായിരുന്നു ഉയർന്നു വന്നത്. ഇതെല്ലാം ബോധപൂർവമാണെന്ന വിലയിരുത്തലുകളാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇതിനു പുറമെ മുൻ NCP ദേശീയ സെക്രട്ടറി സതീഷ് തോന്നിക്കൽ ഇടത് സ്വതന്ത്രനായി മത്സരിച്ചേക്കുമെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ ഏറെക്കാലത്തെ പ്രവൃത്തി പരിചയമാണ് സതീഷ് തോന്നിക്കലിന് അനുകൂലമാകുന്ന ഘടകം. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ രാഷ്ട്രീയത്തിൽ പയറ്റിത്തെളിഞ്ഞാണ് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ പാർട്ടിയിൽ 4 വർഷത്തോളം സുപ്രധാന പദവിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിലെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായും അദ്ദേഹത്തിന് അടുത്ത ബന്ധമാണുള്ളത്. ജയലളിതയുടെ മരണശേഷമാണ് കേരള രാഷ്ട്രീയത്തിൽ സതീഷ് സജീവമാകുന്നത്. NCP-യുടെ യുവജന വിഭാഗമായ NYC-യുടെ ജനറൽ സെക്രട്ടറിയായും കിസാൻ സഭയുടെ ജനറൽ സെക്രട്ടറിയായും NCP-യുടെ സംസ്ഥാന സെക്രട്ടറിയായും ദേശീയ ജനറൽ സെക്രട്ടറിയായും അദ്ദേഹം കർമ്മപഥങ്ങളിൽ നിറഞ്ഞിട്ടുണ്ട്. അതേസമയം NCP-യുടെ കയ്യിലുള്ള മണ്ഡലത്തിൽ NCP സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് നിലവിലെ സംസ്ഥാന പ്രസിഡന്റ് NA മുഹമ്മദ് കുട്ടിയും പറയുന്നുണ്ട്. UDF സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ അടുത്തിടെ ചേക്കേറിയ മുൻ NCP നേതാവ് റെജി ചെറിയാനാണ് മത്സരിക്കുവാൻ സാധ്യത. ഏറെക്കുറെ ഒട്ടേറെ സ്ഥാനാർത്ഥികളുമായി കുട്ടനാട്ടെ കളം നിറയുമ്പോൾ ആരൊക്കെ വാഴുമെന്നും ആരൊക്കെ വീഴുമെന്നും കാത്തിരുന്ന് കാണേണ്ടതാണ്.